എല്ലാവർക്കും നമസ്കാരം. മഹാശിവരാത്രി ഈ ഒരു സൃഷ്ടി 114 വർഷങ്ങൾക്ക് ശേഷം ആത്മീയ കമ്പനം കൊണ്ട് ഒരുങ്ങിയിരിക്കുന്ന ഒരു പ്രക്രിയയിലൂടെ കടന്നു പോവുകയാണ്. സൂര്യചന്ദ്രന്മാർ ഭൂമിയിൽ മനുഷ്യൻ്റെ പരിണാമത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ പരിണാമം സംഭവിക്കാൻ നമ്മൾ ഭാഗ്യവാന്മാരാണ്. നമുക്ക് നട്ടലുണ്ട്. ഈ നട്ടലിൻ്റെ ഊർജത്തെ, നട്ടലിലൂടെ കടന്നു പോകുന്ന ഊർജത്തെ നമ്മുടെ ബോധമായാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ പ്രാണൻ നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ ഒതുങ്ങുന്നതല്ല മനുഷ്യജീവിതം. മനുഷ്യജീവിതം അഹം ബ്രഹ്മമാണ്. മനസ്സെന്നാൽ ബ്രഹ്മവുമാണ്. നമ്മുടെ തിരിച്ചറിവ് ഒരു സ്വർഗലോകത്തിലും പോയി സംഭവിക്കുന്നതല്ല. നമ്മുടെ തിരിച്ചറിവിന് വേണ്ടി സന്യാസിമാരും യോഗികളും ഒക്കെ തന്നെ ജീവിതത്തിൽ തെറ്റുകളുണ്ടാവില്ല. അയ്യോ ഈശ്വര മുക്തി കിട്ടണേ, ഈശ്വര ബ്രഹ്മത്തിൽ പോകണം, അങ്ങനൊന്നുമല്ല. സ്വയബോധത്തെ അറിഞ്ഞുള്ളൊരു വിവേകത്തിൻ്റെ പുറത്തിരിക്കുന്നതാണ്. ചില മതങ്ങളെപ്പോലൊന്നും, ചില വിശ്വാസാടിസ്ഥാന പ്രക്രിയയിലൊന്നും കടന്നു പോകുന്നവരല്ല. അവരുടെ ഉള്ളിലെ തിരിച്ചറിവാണ് അതിനൊന്നും വിശ്വാസമായിട്ട് കാണാൻ പറ്റില്ല. അവരുടെ ട്രൂത്തിനെ റിയലൈസേഷൻ ചെയ്തൊരു പ്രക്രിയയിലാണ് അവർ കടന്നു പോകുന്നത്. സ്വാമി വിവേകാനന്ദൻ, അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമ പേരല്ല വിവേകാനന്ദൻ എന്നുള്ളത്. പക്ഷെ ശ്രീരാമ പരമഹംസനിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം വിവേകമുള്ള ഒരാളായിത്തീർന്നു. അതുകൊണ്ട് അദ്ദേഹം വിവേകാനന്ദൻ എന്ന് വിളിച്ചു. അപ്പം നമ്മളിൽ ഇന്ദ്രിയ ബോധത്തിൽ നിൽക്കുമ്പം, മനസ്സ് ഭൗതിക കാഴ്ചപ്പാടിലെത്തുമ്പോൾ നമുക്ക് ഞാനെന്നുള്ള ആ പ്രാണനെ നമ്മൾ അറിയുന്നില്ല. പ്രാണൻ ഒത്തിരിയും കെട്ടുപാടുകളുണ്ട്. അതൊന്നും നമുക്ക് കോൺഷ്യസിനെ നമുക്ക് റിയലൈസേഷൻ ചെയ്യാൻ പറ്റില്ല. എന്നാൽ നാച്ചുറലി ഈ സൗരയുഗം 114 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരുങ്ങുമ്പോൾ നമ്മുടെ ഊർജം നമ്മുടെ നട്ടലിലൂടെ ഏറ്റവും ഉയർന്ന ബോധത്തിൻ്റെ പ്രക്രിയയിലേക്ക് കടക്കുക. ഏറ്റവും ഉയർന്ന ബോധത്തെ നമ്മൾ വിളിച്ച് ബ്രഹ്മം എന്നൊക്കെ. ആ പ്യുവർ കോൺഷ്യസ്നെസ് അത് ഈ ശരീരം വിട്ടതിന് ശേഷം സംഭവിക്കുന്നതല്ല, ഇവിടെ ഇരുന്നുകൊണ്ട് സംഭവിക്കുന്നതാണ്. ഞാനും ഇവിടെയുള്ള സർവ്വതും എല്ലാം ഒന്നാന്നുള്ളത് വെറും ഭ്രമത്തിലുള്ള മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നതല്ല, സ്വയബോധം അതുമായി ചേരുന്നൊരു പ്രക്രിയയായി തീരുന്നത്. അവിടെ ജാതിയോ മതമോ ലിംഗവർണ്ണനോ ഒന്നുമില്ലാതെ, സ്നേഹത്തിനൊരു അടിസ്ഥാന ഉദ്ദേശമില്ലാതെ ആ ട്രൂത്ത് എന്താണെന്ന് ഈ ജീവൻ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ ജീവൻ്റെ സാധ്യത തുറക്കപ്പെടുന്നുള്ളൂ. എല്ലാം ഈ പ്രകൃതി നമുക്കെല്ലാം നൽകുന്നുണ്ട്. ആ പ്രകൃതിക്ക് നമ്മൾ ഏറ്റവും ഉയർന്ന ഒരു ജീവനായി തീരുവാനായിട്ട് സൃഷ്ടി ഒരുക്കുന്ന ഒരു കൃപയാണ് മഹാശിവരാത്രി. ആ ശിവരാത്രിയുടെ ഉയർന്ന സാധ്യതയെ നമുക്ക് അനുഭവിച്ചറിയാനായിട്ടുള്ള മാർഗമാണ് സാധന എന്ന് പറയുന്നത്. ശിവരാത്രി വന്ന് കടന്നു പോകുമ്പോൾ വെറുതെ നമ്മൾ നൃത്തം ചെയ്തോ, നമ്മൾ വെറുതെ അല്ലെങ്കിൽ വെറുതെ നട്ടൽ നൂന്നിരുന്നാലോ ഒന്നും നമുക്ക് സംഭവിക്കില്ല. ചില സാധന പ്രക്രിയയിലൂടെ കടന്നു പോകണം. അതിനെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു നൽകുകയാണ്. ചെയ്യാൻ കഴിയുന്നവർ ചെയ്യുക. സ്വയബോധത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവർ, ജീവിതത്തിൽ എന്തോ ഒരു മിസ്സിങ് എന്നിലേക്ക്, എൻ്റെ പ്രാണൻ എനിക്ക് അറിയണം എന്ന് തീവ്രമായി ആഗ്രഹിക്കുന്നവർ ഇതിൻ്റെ പിന്നാലെ തേടിപ്പോവുക. നിങ്ങൾക്ക് സംഭവിച്ചിരിക്കും. ഇനിയിപ്പോൾ മഹാശിവരാത്രിക്ക് അധികം ദിവസമല്ല, ഒരു 11 ദിവസമോ 9 ദിവസമോ 7 ദിവസമോ അതിലും കുറയാൻ പാടില്ല. ഈ ദിവസങ്ങളിൽ സാധന നമ്മൾ അർപ്പിക്കുക. നമുക്ക് പ്രത്യേകിച്ചൊരു സാധന പദ്ധതികളും അറിയില്ലെങ്കിലും ഓം നമഃ ശിവായ അത് ജപിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ഉച്ചാരണം എപ്പോഴും ഓം എന്ന് പറയുമ്പോൾ തന്നെ അത് മണിപ്പൂരംഗയിൽ നിന്ന് തുടങ്ങണം. അപ്പം ഓം നമഃ ശിവായ, ഈ ഒരു ഉച്ചാരണ രീതിയിൽ വേണം നമ്മൾ ജപിക്കാൻ. ഒരു 100, 101 അല്ലെങ്കിൽ 101, 108, 1000, 10000 എത്ര വേണമെങ്കിലും ആവാം. ചിലവർക്ക് സംശയം വരും, ആം എന്നുള്ളതല്ലേ ചൊല്ലണ്ടേന്ന്. ആം ചെല്ലാം, പക്ഷെ നിങ്ങൾ ദീക്ഷ പ്രക്രിയയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കടക്കാതെ ഓമിൽ നമുക്ക് തുടങ്ങാം. രണ്ടും ശരിയായ ഉച്ചാരണങ്ങൾ തന്നെയാണ്. പക്ഷേ ബിഗിനിങ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ നമുക്ക് ഓം നമഃ ശിവായ തന്നെ ജപിച്ചു തുടങ്ങിയാൽ മതി. നമ്മുടെ ഊർജ്ജം അങ്ങനെ വേണം പാകപ്പെട്ട് വരാൻ.
അപ്പോൾ ഈ ശിവരാത്രിയുടെ അന്ന് നിങ്ങൾ കുറച്ച് ദിവസം സാധന അർപ്പിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും മഹാക്ഷേത്രങ്ങളിൽ, ഇപ്പം ഞാൻ 3 ക്ഷേത്രങ്ങൾ നിങ്ങൾക്കായിട്ട് റെക്കമെൻഡ് ചെയ്യുകയാണ്. ഒന്ന് തിരുവണ്ണാമലൈ. അവിടെ നമുക്ക് ശിവരാത്രിയുടെ സാധ്യത അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു ക്രമീകരണമാണ്. അതേപോലെ തന്നെ കാശി വിശ്വനാഥ ക്ഷേത്രം സാധ്യതയുടെ ഒരു ക്ഷേത്രമാണ്. അതേപോലെ തന്നെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ഉയർന്ന സാധ്യതയാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അടിസ്ഥാനത്തെ ഉറപ്പിച്ച സ്ഥലത്തെ പറയാതിരിക്കാൻ പറ്റില്ല. അവിടെയും ഉയർന്ന സാധ്യത നമുക്ക് വേണ്ടി തുറക്കപ്പെടുന്നുണ്ട്. നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന ഈ 3 മഹാശിവക്ഷേത്രങ്ങളും നമ്മുടെ ജീവൻ്റെ പരിണാമത്തിന് വേണ്ടി ഋഷി പരമ്പരകളായി യോഗി വര്യന്മാർ നമുക്ക് ഒരുക്കിയിരിക്കുന്നതാണ്. ഇവിടെ പോയിട്ട് നമുക്ക് സാധ്യതകളെ എന്താണെന്ന് അനുഭവിച്ചറിയാൻ സാധിക്കും. ഈ ഒരു മഹാശിവരാത്രിയെ നഷ്ടപ്പെടുത്താതിരിക്കുക. 114 വർഷങ്ങൾക്ക് ശേഷം ഈ സൃഷ്ടി ഉണ്ടാവും. എന്നാൽ ഇന്ദ്രിയങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ്റെ അവസ്ഥ ഇങ്ങനല്ല. ജന്മചക്രത്തിൽ അലഞ്ഞലഞ്ഞ് മടുക്കും. ഒന്നെങ്കിൽ വിവേകം കൊണ്ട് മനസ്സിലാക്കണം. അതാകുമ്പം നമ്മളെപ്പോലുള്ള ആൾക്കാർ പറഞ്ഞാൽ ഇതിനു വേണ്ടി ക്രമീകരിച്ചിറങ്ങുന്നവരുണ്ട്. ചിലർ ജീവിതാനുഭവം കൊണ്ടേ പഠിക്കുള്ളൂ. സമയം നഷ്ടപ്പെടുത്താതിരിക്കുക. കാലം നമ്മളെ എന്തായാലും വലിക്കും. ജീവനെക്കുറിച്ച് കൂടുതൽ ബോധ്യം വേറൊരാളിൽ നിന്ന് അറിയാൻ പറ്റില്ല. അവനവൻ്റെ ഉള്ളിൽ അനുഭവിച്ചറിഞ്ഞാൽ, തിരിച്ചറിഞ്ഞ് അറിഞ്ഞാൽ മാത്രമേ അത് വിശ്വാസമല്ല, നിങ്ങളായി തീരുള്ളൂ. ഈ സൃഷ്ടി നിങ്ങളാണ്. ആ നിങ്ങളാന്നുള്ള ബോധ്യം മനസ്സിലല്ല ഉണ്ടാകുന്നത്, നിങ്ങളായി തീരുകയാണ് ചെയ്യേണ്ടത്. അതിനുള്ള അവസരമാണ് മഹാശിവരാത്രി. നമസ്കാരം.